യെസ്, സർക്കിളിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന് ഇത് ആദ്യം ചെയ്യേണ്ടത് മക്കളെ, ഈ സംഭവത്തിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് ദ സർക്കിൾ. സെന്റർ ഓഫ് ദ സർക്കിൾ യെസ്, ഇങ്ങനെ വരച്ചു വെക്കുക. ഇത് നമ്മൾ റഫായിട്ട് വരച്ച ഫിഗർ ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ്. അതെങ്ങനെയാണ് എക്സ് ആയത്? ഐസോസിലസ് ട്രയാങ്കിൾ ആയത് കൊണ്ടാണ് രണ്ടും എക്സ് ആയത്. മനസ്സിലായോ? ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ തന്നാൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കാണും? ഒരു ട്രയാങ്കിൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ ഒ. ഹൗ ടു കാൽക്കുലേറ്റ് എ ഒ സി? ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ തന്നാൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കാണും? 180 മൈനസ് എക്സ് എക്സും 2x ഇങ്ങനെ ആയിരിക്കും ആ ആംഗിൾ കിട്ടുക. 180 മൈനസ് 2x. അതെങ്ങനെ 180 മൈനസ് 2x ആയത്? ആ 2x എങ്ങനെ വന്നത്? ഈ എക്സും ആഡ് ചെയ്തത് 180യിൽ നിന്ന് മൈനസ് ചെയ്താലാണ് തേർഡ് ആംഗിൾ കിട്ടുക. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇവിടെ എ ബി സി വൈ ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എ ബി സി വൈ ആണെന്ന് തന്നിട്ടില്ലേ? എ ബി സി വൈ ആണ്. എ ബി സി വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ ഇവിടെ എ ബി സി എന്താ? എങ്ങനെ വന്നു? ഇവിടെ 180 മൈനസ് 2x ആണെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 180 മൈനസ് 2x ആണെങ്കിൽ ബുക്ക് ഒന്ന് നേരെ തിരിച്ചു പിടിക്കുക. ഇതിന്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ. 180ന്റെ ഹാഫ് എന്താ? 90. 2xന്റെ ഹാഫ് എന്താ? എക്സ്. ഇവിടെ എങ്ങനെയാണ് 90 മൈനസ് എക്സ് വന്നതെന്ന് മനസ്സിലായോ? സെൻട്രൽ ആംഗിൾ എന്താണോ വരുന്നത്, ബുക്ക് ഇങ്ങോട്ട് നേരെ തിരിച്ചു പിടിച്ചാൽ മനസ്സിലാവും. സെൻട്രൽ ആംഗിൾ എന്താണോ വരുന്നത് അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ. സെൻട്രൽ ആംഗിൾ 180 മൈനസ് 2x ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആർക്ക് ആംഗിൾ എന്തായിരിക്കും? പറയടാ. 90 മൈനസ് എക്സ്. ഞാനിപ്പോ ഈ റൗണ്ട് ചെയ്ത് വെച്ച രണ്ട് സാധനങ്ങളിലേക്കൊന്ന് കണ്ണ് തുറന്നു നോക്ക്. വെക്ക്. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? രണ്ടും സെയിം തന്നെയല്ലേ? രണ്ടും എ ബി സി അല്ലേ? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി എന്താവും? ഈക്വൽ ആവും. ഇത് മനസ്സിലായോ ഇല്ലേ? ഇതാ ഇത്രേ ഉള്ളൂ. ഇതിന്റെ ലെഫ്റ്റ് എ ബി സി അല്ലേ? ഇതിന്റെ ലെഫ്റ്റ് എന്താണ്? ഇതവിടെ നോക്ക്. ഇതിന്റെ ലെഫ്റ്റ് എന്താണ് ഇവിടെ? എ ബി സി. മനസ്സിലായില്ലേ? ഇതിന്റെ ലെഫ്റ്റ് എന്താണ്? എ ബി സി. ലെഫ്റ്റും ഈക്വൽ ആണെങ്കിൽ റൈറ്റും എന്തെന്നെ ആയിരിക്കും? ഈക്വൽ ആണ്. അതുകൊണ്ടാണ് 90 മൈനസ് എക്സ്. ഇതാ ഈ 90 മൈനസ് എക്സും വൈയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതെന്ന് എങ്ങനെയാണ് 90 മാത്രമാക്കി എടുക്കുക? വൈ ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് പോയാൽ എന്താ വരിക? പ്ലസ് എക്സ്. ആകെ രണ്ട് വരികയുള്ളൂ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എക്സും വൈയും ആഡ് ചെയ്താൽ 90 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വെരി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവത്തിനാണ് എക്സാമിന് എത്ര മാർക്കാണ് ഇതിന്? 5 മാർക്കോ? ഇതിന് എത്ര മാർക്കാണ്? 4 മാർക്ക്. ഒന്നുമില്ല. വെരി സിമ്പിൾ ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആണ് 4 മാർക്ക്. മായ്ക്കട്ടെ. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പറയട്ടെ. റെഡിയാണോ? അല്ലേ? പറയട്ടെ. ഇത്രേ ഉള്ളൂ മക്കളെ, ഇത്രേ ഉള്ളൂ. നേരെ നോക്കിയിരുന്നോ? നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് ഒപ്പം പോവുക. ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു. ഒരു ട്രയാങ്കിളിലെ ഒരാംഗിൾ ഇട്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? എക്സ്. ഈ ആംഗിൾ എത്രയും കാരം? 180 മൈനസ് 2x. ഇതുവരെ മനസ്സിലായോ? ഇത് 180 മൈനസ് 2x ആണ്. ഇതിന്റെ നേരെ ഹാഫ് ആയിരിക്കും. 180യുടെ ഹാഫ് എന്താ? 90. 2xന്റെ ഹാഫ് എന്താ? എക്സ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? y എന്ന് കിട്ടി. 90 is equal to y plus x. ആകെ രണ്ട് വരിയുള്ളൂ. ഇത്ര എഴുതിയാൽ മതി എക്സാമിന്. ഒന്നുകൂടി പറയണോ? സിമ്പിൾ. ഒന്നും കൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. നിങ്ങളിത് വിചാരിക്കും ഇത് ഭയങ്കര സംഭവമായിട്ടുള്ള പ്രൂഫാണെന്ന്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു വര വരച്ചു. ഇത് എക്സ് ആണ്. ഇവിടെ എത്ര ഡിഗ്രിയാ? എക്സ്. ഇവിടെ രണ്ടോടത്തും എക്സ് ആണ്. ഇത് എത്ര?
180 മൈനസ് 2x. ഇവിടെ എത്ര വരും? 90 മൈനസ് എക്സ്. ഇപ്പൊ ഈ y അല്ലേ 90 മൈനസ് എക്സ് കിട്ടിയത്? y അല്ലേ 90 മൈനസ് എക്സ് കിട്ടിയത്? എടാ y അല്ലേ 90 മൈനസ് എക്സ് കിട്ടിയത്? അല്ലേ? ഈ മൈനസ് എക്സ് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. മൈനസ് എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താ വരിക? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക.